ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ മനോഹരമായിട്ട് നിറയെ പൂക്കളിട്ട് നിൽക്കാൻ പറ്റിയ ടെക്കോം എന്ന പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂക്കളിട്ട് ഇതുപോലെ വരാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണേന്നും ഈ ഒരു ചെടിയെ നമ്മുടെ ചെടിച്ചട്ടിയിൽ കുറേ നാളത്തേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ടെക്കോം എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കളിടുന്ന വലിയൊരു മരമാവുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ അതിൻ്റെ 2 കളർ വെറൈറ്റീസാണ് ഉള്ളത്. ഇങ്ങനെ അത് രണ്ടും ഡബിൾ കളറാണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞയമേ ഓറഞ്ച് ഉണ്ട്, ഇതുപോലെ റെഡ് കളറിൽ ആ ഒരു മഞ്ഞയും കൂടി മിക്സ് ആയിട്ട് വന്ന ഈ 2 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി ഇതുപോലെ ചെടിച്ചട്ടിയിൽ നമ്മൾ നട്ടു കൊടുത്തിട്ട് ഇതുവരെയും അങ്ങനെ ചീത്തയൊന്നും ആയി പോയിട്ടില്ല. ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെടീനെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ചെടിച്ചട്ടിയിൽ വളർത്താൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് ആദ്യം തന്നെ വേണ്ടത് പ്രോപ്പറായിട്ടുള്ളൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ കറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇത് നിറയെ പൂക്കളിടുള്ളൂ. മാത്രമല്ല നന്നായിട്ട് വളവും ചെയ്ത് കൊടുക്കണം. വളവും വെള്ളവും സൺലൈറ്റും ഈ 3 കാര്യം മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ചെടീനെ പറ്റി. കാരണം അതിൽ ഒന്ന് കുറഞ്ഞാൽ മതി ഈ ഒരു ചെടിയുടെ ആ ഒരു ഹെൽത്തും ആ ഒരു ഇലകളൊക്കെ ഇപ്പം നല്ല ഗ്രീൻ കളറിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ, ഇതിൽ വെള്ളമോ വളമോ അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടാൻ എന്തെങ്കിലും ഇട്ടാൽ അതിൻ്റെ ഇലയൊക്കെ വേഗം മഞ്ഞച്ച് വേഗത്തിൽ തന്നെ ഉണങ്ങി പോകാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ടെക്കോമ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യം മസ്റ്റായിട്ട് ഇതിന് കിട്ടിയിരിക്കണം. ഈ ഒരു ചെടിക്ക് വളമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളവും ഒഴിച്ച് കൊടുക്കണം. എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഏതൊരു ചെടിക്കായാലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കൂമ്പിലും കണ്ടില്ലേ നിറയെ കുലകുലയായിട്ട് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് ചീത്തായി പോകാമില്ല, കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും. ഇത് ഇങ്ങനെ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ പൂമ്പാറ്റ ആയിരിക്കുള്ളൂ. പൂമ്പാറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ഇടയിൽ നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റ വന്ന് അവിടെ തേൻ കുടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവൾക്ക് നല്ല മടിയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്യണ കണ്ടപ്പോഴും എന്തോ ഗമയാണോ എന്താണെന്ന് അറിയില്ല. പിന്നീട് അവൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നന്നായിട്ട് പോസ് ചെയ്യാനായിട്ട് നിന്ന്. പിന്നെ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ ആകെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കൊമ്പൊടിച്ച് കുത്തിയാൽ പിടിക്കാറില്ല, പിടിച്ച് കിട്ടാറുമില്ല. നമ്മൾ വെള്ളത്തിലിട്ട് നോക്കി, പലതും നോക്കി, എന്നിട്ട് ഇതുവരെ ഇതിൻ്റെ വേറൊരു പുതിയ കമ്പ് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. നമ്മൾ പലർക്കും ഇത് കുറേ പേര് ഒടിച്ചുകൊണ്ടും പോയി, എന്നിട്ടും അവർക്ക് ആർക്കും ഇത് ഒട്ടും പിടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വല്ല ബഡ് ചെയ്ത് വല്ല നോക്കേണ്ടി വരും. ആ ഒരു ഇത് മാത്രമേ നെഗറ്റീവ് മാത്രമേ ഈ ഒരു പ്ലാന്റിന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഈ ഒരു നമ്മൾ നട്ടു കൊടുത്ത ഒരു ചെടിച്ചട്ടിയിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വലിയൊരു ചെടിച്ചട്ടി തന്നെ ഇതിന് നട്ടു കൊടുക്കണം. കാരണം ഒത്തിരി നാളിത് നിൽക്കും, പെട്ടെന്നൊന്നും പോവില്ല. നന്നായിട്ട് കെയർ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായപ്പോൾ ഇനി ഒത്തിരി നാൾ നിന്നോളും. അതിൻ്റെ ഇടയിൽ പുതിയ കമ്പ് പിടിച്ച് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ പിടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കാം. ഒത്തിരി പേര് പറഞ്ഞാറുണ്ട് ഈ ഒരു വെറൈറ്റിയുടെ കമ്പ് പിടിച്ച് കിട്ടുവാണെങ്കിൽ പറയണേ. ഈ ഒരു ചെടിയുടെ ഇലയൊക്കെ മഞ്ഞച്ച് തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന് വളത്തിൻ്റെയൊക്കെ കുറവുണ്ടാവുമെന്ന്. പിന്നെ വാട്ടറിങ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇതിന് വാട്ടറിങ് ആവശ്യമുണ്ട്. കാരണം നല്ല വെയിലത്താണല്ലോ ഈ ഒരു ചെടീനെ നമ്മൾ ചെടിച്ചട്ടീനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ടെക്കോമ ഹൈബ്രിഡ് വെറൈറ്റിയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.